ഹായ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജിത്തു ജോസഫിൻ്റെ മിറാജ് എന്ന് പറയുന്ന മൂവി. ആദ്യമേ തന്നെ പറയാം, ഈ ജിത്തു ജോസഫിൻ്റെ പടമല്ലേ എന്ന് വിചാരിച്ച് ഓവർ എക്സ്പെക്റ്റേഷനിലൊന്നും നിങ്ങൾ തിയേറ്ററിലോട്ട് പോവണ്ട. ഒരു എബവ് ആവറേജ് മൂവി എന്ന് പറയാനേ സാധിക്കുള്ളൂ. മാത്രമല്ല, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഒരു സ്ലോ പേസിൽ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് കാണാൻ പറ്റും. അതിനുശേഷം അവസാനം പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് തീരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ലാഗ് ചെയ്യുന്ന പോലത്തെ ഫീൽ ഒക്കെ നമ്മളെ സത്യത്തിൽ തിയേറ്ററിലിരുത്തി ബോറടിപ്പിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രത്തെ വെച്ചുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ അപർണ ബാലമുരളീനെ കുറിച്ച് തന്നെ ആദ്യം തന്നെ പറയേണ്ടി വരും. അവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതായത് അവസാനം ക്ലൈമാക്സ് സീനിലൊക്കെ അപർണ ബാലമുരളിയുടെ ആ ഒരു പെർഫോമൻസ് സൂപ്പറായി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ പിന്നെയുള്ള ഈ സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവി എന്ന് പറയുമ്പോൾ അപർണയുടെ ആ ഒരു കയ്യൊതുക്കത്തോടു കൂടി ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടാവും. കാരണം ഓവറായിട്ട് പെർഫോം ചെയ്യാനില്ല. പക്ഷെ അതിൽ ഉള്ളിലെന്തൊക്കെയോ ഒതുക്കുന്ന ആ ഒരു സ്വഭാവം എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ട് കയ്യൊതുക്കത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇനി കഥേനെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഒരു യുവജനോത്സവം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് ആ കഥാരചനാ മത്സരത്തിൽ കുട്ടിയുടെ മനസ്സിൽ ഓൾറെഡി പതിഞ്ഞിരിക്കുകയാണ്. ചതി എന്ന് പറയുന്നതായിരിക്കണം കഥയുടെ പ്രധാന തീം എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം മുതലേ ഇങ്ങനെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറേ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കഥാപാത്രങ്ങളെല്ലാം ചതി നടത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുക. അങ്ങനെ വന്നപ്പോൾ സത്യത്തിൽ ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ സസ്പെൻസോ എന്തെങ്കിലും ജിത്തു ജോസഫ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകതയും തോന്നിയില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സസ്പെൻസ് എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു എബവ് ആവറേജ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള അല്ലെങ്കിൽ കുറേ സിനിമകൾ കണ്ട് ശീലമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സസ്പെൻസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കഥാപാത്രം ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു മുൻധാരണ നമുക്ക് കിട്ടും. മാത്രമല്ല, ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സസ്പെൻസും നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ കഥ എഴുതി വന്നപ്പോൾ സത്യത്തിൽ നായകനും നായികയും ഇല്ലാത്ത അവസ്ഥയായി. അതായത് എല്ലാവരും വില്ലന്മാരാണെന്ന് തോന്നിപ്പോവും. അതായത് ഒരു എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു നായകനോ നായികയോ ഇല്ല, എല്ലാവരും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ആ ജിത്തു ജോസഫിന്റെ ഒരു ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് ഒരു 100%-ലേക്കോ 90%-ലേക്കോ എത്തിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ജിത്തു ജോസഫിന്റെ ആ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ എക്സ്പെക്ടേഷൻസ് ആയിരിക്കുമല്ലോ. അതിന്റെ ആ ഒരു പ്രോബ്ലം ആണെന്ന് ഞാൻ പറയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓക്കെ മൂവി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ അടുത്ത കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആസിഫ് അലി എന്ന് പറയുന്നത്, അദ്ദേഹം നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാറുണ്ട്. അതിൽ ഒരു വെകിളി പിടിച്ച ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ പോലെയാണ് തുടക്കത്തിൽ ആസിഫ് അലീനെ കുറിച്ച് കാണിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, റെസ്റ്റ്ലെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആസിഫ് അലി നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹക്കീം എന്ന് പറയുന്ന, അതായത് അപർണ ബാലമുരളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് അവർ പ്രേമത്തിലോട്ടാവുന്നു, അല്ലെങ്കിൽ അവര് റിലേഷനിലോട്ട് വരുന്നു, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ബിഗ് ബോസിലത്തെ നമ്മളുടെ അർജുൻ ഉണ്ട്. അർജുൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതായത് ഡെബ്യൂ സിനിമ ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അർജുനെ സംബന്ധിച്ച് ധാരാളം പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുള്ള ഒരു സെക്കൻഡ് ഗ്രേഡിൽ, അതായത് നായകനോ നായികയോ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തെ ആ ഒരു ലെവലിലുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ
നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കളിയാക്കലുകളോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയും അതിലുണ്ട്. കാരണം എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ടൈമിങ് എന്നൊക്കെ പറയുന്നതിൽ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കിതിൽ പറയാനില്ല. കാരണം ഒരു നോർമൽ മ്യൂസിക് എന്ന് പറയുന്ന രീതിയിൽ, അതായത് അതാണ് പ്രത്യേകിച്ച് ഈ ലാഗ് അല്ലെങ്കിൽ സ്ലോ പേസിൽ പോകുന്നു, ആ സമയത്ത് നമുക്ക് ബോറടിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ. കാരണം എല്ലാം എന്താണ് കഥയുടെ പ്രധാന ഭാഗങ്ങൾ പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തമാശയില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രധാനമായിട്ട് ആ കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ലാഗ് ഫീൽ ചെയ്യാതിരിക്കാൻ മ്യൂസിക് ഒത്തിരി സഹായിക്കും. പക്ഷെ ആ മ്യൂസിക് എന്ന് പറയുന്നത് ഇതിൽ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ത്രില്ലർ മൂവി എന്ന് പറയാം, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതില്ല. പക്ഷെ ആ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ സമ്പത്ത് എന്ന് പറയുന്ന നടൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു SP റോളിലാണ് വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന വില്ലൻ ഉണ്ട്, റിയാസ് എന്നാണ് സിനിമയിലത്തെ പേര്, തമിഴ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അദ്ദേഹം തുടക്കം മുതലേ ഒരേ സീനിൽ ഇടയ്ക്കിടയ്ക്ക് വരും, എന്നിട്ട് തോക്കെടുക്കും, അതിൽ സൈലൻസർ പിടിപ്പിക്കും, പക്ഷെ വെടിവെക്കില്ല. അവസാനം ഒരു വെടിവെക്കുന്ന സീനുണ്ട്, അതാണെന്നുണ്ടെങ്കിൽ കൊള്ളയുമില്ല എന്നുള്ള ഒരു അവസ്ഥ. മൊത്തത്തില് തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം വൺ ടൈം വാച്ച് മൂവി എന്നൊക്കെ നമുക്ക് പറയാവുന്ന നല്ലൊരു ഡീസന്റ് മൂവി. ജിത്തു ജോസഫ് ആയതുകൊണ്ട് വൃത്തികേടാക്കിയിട്ടില്ല, പക്ഷെ ആ ഒരു കുറേ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സിന് കുറേ അനാവശ്യമായിട്ട് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, അത് ഒരു ഓവറായിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായം ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു മൂവി.